നമസ്കാരം. വെക്റ്റർ സ്പേസിലെ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതിന് നമ്മൾ പല മെത്തേഡുകളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം ഒരു റിസൾട്ട് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn = 0 എന്ന ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനെ കുറിച്ചായിരുന്നു. ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചു സിംഗിൾട്ടൺ സെറ്റിനെ കുറിച്ച്. എ സിംഗിൾട്ടൺ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോൺ സീറോ. ദാറ്റ് വെക്ടർ ഈസ് നോൺ സീറോ. മറ്റു റിസൾട്ടായിരുന്നു എ സെറ്റ് കണ്ടെയ്നിങ് ദ സീറോ വെക്ടർ ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സെറ്റ് കണ്ടെയ്നിങ് 2 വെക്ടേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് പഠിച്ച റിസൾട്ടാണ് എ സെറ്റ് വിത്ത് 2 എലമെൻറ്റ്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. അതിന് ഒരുപാട് റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സീക്വൻസിലേക്ക് ഉള്ള പുതിയ റിസൾട്ടാണ് ഈ തിയറം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് Rn വെക്റ്റർ സ്പേസ് Rn. ആ വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റാണ് എസ്. എസ് ഹാസ് k എലമെൻറ്റ്സ്. If k greater than n, then S is linearly dependent. എന്താ റിസൾട്ട് പറഞ്ഞാൽ നിങ്ങൾ Rn കൺസിഡർ ചെയ്യാം. Rnലെ ഒരു സബ്സെറ്റാണ് എസ്. ആ എസ്സിൽ k എലമെൻറ്റ്സ് ഉള്ളത്. ഈ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് k n-നേക്കാളും കൂടുതലാണെങ്കിൽ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൺസിഡർ ദ വെക്റ്റർ സ്പേസ് R2. R2ൻ്റെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യാം. ആ സബ്സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക. അതിൽ ഈ തിയറം പ്രകാരം അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. R3 കൺസിഡർ ചെയ്യാം. R3ലെ ഒരു സബ്സെറ്റ് ആൻഡ് സപ്പോസ് ദാറ്റ് സബ്സെറ്റ് ഹാസ് 4 elements or 5 elements or 6 elements. Definitely those subsets will be linearly dependent according to this theorem. Clear? അപ്പോൾ R2ൽ 2-നേക്കാളും കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള എല്ലാ സബ്സെറ്റുകളും ലീനിയർലി ഡിപ്പെൻഡൻ്റാണ്. R3ൽ 3ൽ കൂടുതലുള്ള ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ അല്ലേ? നമുക്കിനി ആവശ്യം ഇതിനൊരു പ്രൂഫ് നോക്കാം. നമുക്ക് V1 V2 എക്സെട്ര Vk വെക്റ്റേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻ്റ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കും. സോ ഈ കൺസിഡർ ദ ലീനിയർ കോമ്പിനേഷൻ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Ck Vk = 0. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് C1 ഇൻറ്റു, ഇനി ശ്രദ്ധിക്കേണ്ടത് V1 ഈസ് എ വെക്ടർ ഇൻ Rn. Rnൻ്റെ സബ്സെറ്റാണ് എസ്. എസ്സിലൊരു മെമ്പറാണ് V1. സോ V1 ബിലോങ്സ് ടു Rn. Rnലെ മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? Rnലെ മെമ്പേഴ്സൊക്കെ ഓർഡേഡ് n ടപ്പിൾസാണ് വരിക. R2ലാണെങ്കിൽ ഓർഡേഡ് പെയർ, R3ലാണെങ്കിൽ ഓർഡേഡ് ട്രിപ്ലെറ്റ്സ്, R4ലാണെങ്കിൽ ഓർഡേഡ് 4 ടപ്പിൾസ്, Rnലാണെങ്കിൽ ഓർഡേഡ് n ടപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ഈ V1 Rnലെ മെമ്പർ ആയതുകൊണ്ട് V1 ഒരു n ടപ്പിളാണ്. ആ n ടപ്പിളിനെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. V11, V12, V13 എക്സെട്ര V1n. ഓക്കെ അല്ലേ? പ്ലസ് V1ൻ്റെ n ടപ്പിളാണ്. ആ n ടപ്പിളിൻ്റെ കോമ്പണൻസ് ആണ് കോർഡിനേറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നില്ല. പ്ലസ് C2 ഇൻറ്റു നൗ V2 is again a vector in Rn. So V2 will be an n tuple, and that n tuple is V21, V22 etc. V2n plus etc. plus last Ck into, again Vk is a vector in Rn. So it is an n tuple. So Vk is Vk1, Vk2 etc. Vkn equal to 0. ഓക്കെ അല്ലേ? നമുക്ക് ഈ സ്കാലർ ഉണ്ടാകത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ C1 V11, ഇവിടേക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്ലസ് C2 V21 പ്ലസ് എക്സെട്ര പ്ലസ് Ck Vk1 = 0. നമുക്ക് ആ ഇക്വേഷൻസ് എഴുതാം. സോ C1 V11 പ്ലസ് C2 V21 ഒരെണ്ണം എഴുതിയാൽ C3 V
3 1 plus etc. plus last ck v k1 is equal to 0. സെക്കൻഡ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് കോർഡിനേറ്റ് c1 v12 പ്ലസ് c2 v22 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ck v k2 is equal to 0. ലാസ്റ്റ് c1 v1n പ്ലസ് c2 v2n പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ck v kn is equal to 0. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരാ വേരിയബിൾസ്, ആരുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? c1 c2 എക്സെട്ര ck. ഇപ്പോൾ ഇവിടെ വേരിയബിൾസ് c1 c2 എക്സെട്ര ck ആണ്. c1 c2 ck എല്ലാ ഇക്വേഷൻസിലും നിങ്ങൾക്ക് കാണാം. ഏതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്? കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇതാണ് v11 v11 v21 v31 എക്സെട്ര vk1. സെക്കൻഡ് റോ v12 v22 എക്സെട്ര vk2 എക്സെട്ര ലാസ്റ്റ് v1n v2n എക്സെട്ര vkn ഇൻറ്റു ആരാണ് വേരിയബിൾസ്? c1 c2 എക്സെട്ര ck ആണ് വേരിയബിൾസ്. ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഹോമോജനസ് സിസ്റ്റമാണ്. വേരിയബിൾസ് c1 c2 എക്സെട്ര ck ആണ്. ദിസ് ഈസ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞത് റാങ്കും നമ്പർ ഓഫ് അൺനോൺസുമുള്ള കണക്ഷൻ വെച്ചല്ലേ പറഞ്ഞത്? ഈ ഒരു മെട്രിക്സിന്, ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് മാക്സിമം ഏത് വാല്യൂ വരാം? ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? എത്ര റോ ഉണ്ട് ഇവിടെ? കൗണ്ട് ചെയ്താൽ 1 2 3 എക്സെട്ര അപ് ടു n റോസ് ഉള്ളത് അല്ലേ? റാങ്ക് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത്? നമ്മൾ റോ റിഡക്ഷനൊക്കെ നടത്തിയതിന് ശേഷം നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലേ? അപ്പോൾ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്നാണ് നമ്മൾ റാങ്ക് നോക്കുക. ഇവിടെ മാക്സിമം എത്ര റോസാണ് ഉള്ളത്? n റോസാണ് ഉള്ളത്. അപ്പോൾ റാങ്കിന് മാക്സിമം എത്രയേ വരാൻ പറ്റുള്ളൂ? n വരാൻ പറ്റുള്ളൂ. ഞാനതിവിടെ എഴുതാം. So maximum rank. So maximum rank is equal to എത്ര റോസുള്ള? n റോസുള്ള. സോ മാക്സിമം റാങ്ക് ഇസ് ഈക്വൽ ടു n ആണ്. ശരിയല്ലേ? ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു എത്ര? c1 c2 എക്സെട്ര ck അല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് ഇസ് ഈക്വൽ ടു ck ആണ്. നൊട്ടേഷൻസിലൊക്കെ ചെറിയ മാറ്റം നമുക്ക് കാണാം. നമ്മൾ മുമ്പ് തിയറി ഓഫ് ഇക്വേഷൻസ് പഠിച്ചപ്പോൾ അവിടെ റാങ്കിന് നമ്മൾ 6 എന്ന നൊട്ടേഷൻ കൊടുത്തത്. ശരിയല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് n ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. റാങ്കിന് നമ്മൾ യൂസ് ചെയ്ത ക്യാപിറ്റൽ കൊടുക്കാം. റാങ്കിന് നമ്മൾ യൂസ് ചെയ്ത നൊട്ടേഷൻ 6 ആയിരുന്നു. ശരിയല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് നമ്മൾ കൊടുത്ത നൊട്ടേഷൻ ക്യാപിറ്റൽ n ആയിരുന്നു. എന്തായിരുന്നു അന്ന് പഠിച്ച റിസൾട്ട്? n മാറും വെച്ച് നിങ്ങൾ റിസൾട്ടും ഓർത്ത് വയ്ക്കുക. n മാറും വെച്ചാണെങ്കിൽ നമ്മൾ പറയുന്നത് n ഈസ് ഈക്വൽ ടു r ഇംപ്ലൈസ് എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ. ശരിയല്ലേ? n ഗ്രേറ്റർ ദാൻ r ഇംപ്ലൈസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇതല്ലേ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്. ഇനി മാറ്റിയാൽ മതി. ഈ കേസിൽ n ആരാ? ഈ കേസിൽ n എന്ന് പറഞ്ഞാൽ k ആ. സോ k ഈസ് ഈക്വൽ ടു r ആരാണ്? n ആണ്. സോ k ഈസ് ഈക്വൽ ടു n ഇംപ്ലൈസ് ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ. ക്ലിയർ? വീണ്ടും n ആരാണ്? n k ആണ്. സോ ഇത് ആണ് നമ്മുടെ കേസ്. ഇവിടെ n ആരാണ്? n k ആണ്. സോ k ഗ്രേറ്റർ ദാൻ r ആരാണ്? n ആണ്. k ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ശരിയല്ലേ? ഇപ്പം നോക്കൂ, k ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നുണ്ട് k ഗ്രേറ്റർ ദാൻ n ആണ്. k ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് ദ സിസ്റ്റം ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഈ സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ക്ലിയർ?
non-trivial solution. K greater than n means the system has non-trivial solution. That means a solution other than C1, C2, C3, etc. Ck is equal to 0 exists. So, according to the first theorem, our S is linearly dependent. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് സിമ്പിളാണ്. പ്രൂഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കൺസിഡർ ദ വെക്റ്റർ സ്പേസ് R2. ഞാൻ ആ R2ൻ്റെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യുന്നത് S is equal to 1, 2, -3, 11, 2, 9 ഒരു സെറ്റ് കൺസിഡർ ചെയ്തു, സബ്സെറ്റ് കൺസിഡർ ചെയ്തു. സബ്സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്? 3 ആണ്. ഗ്രേറ്റർ ദാൻ 2. ഒന്നും ചെയ്തു നോക്കണ്ട, S ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. മനസ്സിലായോ? R3 എടുത്തു. R3യുടെ സബ്സെറ്റ് S' എടുത്തു. S'. ആ S' ഞാൻ എഴുതുന്നില്ല. 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ഉണ്ട്. സോ S' ഈസ് എ സബ്സെറ്റ് ഓഫ് R3 കണ്ടെയ്നിങ് 5 എലമെൻറ്റ്സ്. എന്താ കൺക്ലൂഷൻ? ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻസ് ഓർ ഇൻഡിപെൻഡൻസ് വെരിഫൈ ചെയ്യാൻ പല റിസൾട്ടുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഏതെങ്കിലും നമ്മൾ പഠിച്ച റിസൾട്ടുകൾ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കി അടുത്ത വീഡിയോസിൽ.